ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു പലഹാരമാണ്. പൂവടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് രണ്ട് രീതിയിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആവിയിലും വേവിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ എണ്ണയിലിങ്ങനെ പൊരിച്ചെടുക്കുന്നതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളെ മാവ് നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അരിപ്പൊടിയാണ്. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ചില പൊടിക്കൊക്കെ അധികം വെള്ളം വേണ്ടി വരും. അപ്പോൾ 1.5 ഗ്ലാസ്സൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഞാനൊരു ഗ്ലാസ് അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ വെള്ളത്തിൽ കടന്ന് പൊടി നന്നായി വെന്ത് വരണം. ആ രീതിക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇതൊരു 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പാത്രത്തിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മാവും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് ആ വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ നന്നായി കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പൂവട നന്നായി സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ മാവിൽ നിന്ന് നമുക്കൊരു കുറച്ചെടുത്തതിന് ശേഷം നന്നായി ഉരുട്ടിയെടുക്കാം. ഇത് നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൂവടകളും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആദ്യം ഇവിടെ പൊരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിനി ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്.
ഇത് എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൂവട ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ നിറമാവുന്ന വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ പൂവടയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും നമ്മളെ പൂവട ഇവിടെ പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ നിന്ന് അടക്കി വെക്കാം. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം വെള്ളം നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പൂവടകളായി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ പൂവടകളൊക്കെ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ പൂവടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.